നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബാച്ചിലർ സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇത്രയധികം എളുപ്പത്തിൽ ഒരു ചിക്കൻ കറി തയ്യാറാക്കാൻ പറ്റുമെന്ന് തന്നെ സംശയമാണ്. പിന്നെ അത് മാത്രമല്ല ഹെൽത്തിയാണ്, അതായത് 0 ഓയിലാണ്. ഓയിൽ ഒട്ടും തന്നെ ഉപയോഗിച്ചില്ല, തൊട്ടിട്ട് പോലും ഇല്ല. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഈ ഒരു ചിക്കൻ കറിക്ക് വറുത്തരച്ച ചിക്കൻ കറിയുടെ ടേസ്റ്റ് ഒന്നും പ്രതീക്ഷിക്കരുത്. അത്രയും ആ ഒരു ടേസ്റ്റ് ഒന്നും അല്ല, എന്നാലും അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള, എന്നാൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. നല്ലൊരു കിടുക്കാച്ചി ചിക്കൻ കറി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ എടുക്കാം. ചിക്കൻ ഒരു 1/2 കിലോ കഴിഞ്ഞ് കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം പെട്ടെന്നാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2-3 സവാള, മീഡിയം സൈസ് സവാളയാണ്, അത് നമുക്ക് മുറിച്ചതിട്ട് കൊടുക്കാം. വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടാൽ മതി. പിന്നെ ഇതിന്റെ കൂടെ ഒരു 2-3 അല്ലി ചുവന്നുള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് കുറച്ചുകൂടെ കൂടും കേട്ടോ. അപ്പോൾ അത് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ. ഒരു ഇഞ്ചി കഷ്ണം ഇച്ചിരിയും കൂടെ കൂടുതൽ ഉണ്ടാകും. അത് മുറിച്ചത് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 10-12 അല്ലി വെളുത്തുള്ളി 2ആയിട്ട് മുറിച്ചങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു 4 പച്ചമുളക്, അതും 2ആയിട്ട് കീറിയിട്ട് അങ്ങ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ടീസ്പൂൺ ആണ്. ഇനി നമുക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുന്ന ചിക്കൻ മസാല ഉണ്ടല്ലോ, അത് ചേർത്താൽ മതി. ഒരു 3.5 ടീസ്പൂണൊക്കെ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ആണെങ്കിൽ ഒരു 1.5 തക്കാളി മുറിച്ചതങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നിറച്ചും അങ്ങോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആവശ്യത്തിലധികം അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാൻ തണ്ടും എല്ലാം അടക്കം ഒന്നിച്ചങ്ങ് ഇടുകയാണ്. ഇനി ഇത് നമുക്ക് എടുത്ത് നന്നായിട്ടൊന്ന് കുലുക്കി എടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി. ചിക്കനിൽ നിന്നൊക്കെ അങ്ങ് വെള്ളം ഇറങ്ങിക്കോളും. പോരാന്നുണ്ടെങ്കിൽ അവസാനം ചൂടുവെള്ളം ഒഴിച്ചൊന്ന് ഗ്രേവി ആക്കി എടുത്താൽ മതി. ഇനി നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് വെയിറ്റ് ചെയ്യണം. 2 വിസിലിന് നമുക്ക് ഓഫാക്കാം കേട്ടോ. ഞാനിപ്പം ഈ ഒരു കുക്കറിന് വലിയൊരു പ്രഷറൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ 2 വിസിൽ എടുക്കുന്നത്. അല്ലെങ്കിൽ നല്ല പ്രഷറുള്ള കുക്കറാണെങ്കിൽ ഒറ്റ വിസിലിനെ ഞാൻ ഓഫാക്കിയേക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ എല്ലും കഷ്ണങ്ങളും എല്ലാം കൂടെ വേറെ വേറെ കിടക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ തുറന്നിട്ട് കുറച്ച് 1-2 കാര്യങ്ങളും കൂടെ ചെയ്യേണ്ട. അത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ കഴിയും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അത് നമുക്ക് തുറന്ന് നോക്കാം. നല്ല മണം കേട്ടോ വരുന്നത്. നല്ല അടിപൊളി മണം. നല്ല ഇത് വിസില് പോകുമ്പോൾ തന്നെ നല്ല മണം വരും. 2ാമത്തെ വിസിലായപ്പോൾ തന്നെ നല്ല മണം വന്നിരുന്നത്. ഇനി നമുക്കിതൊന്നുകൂടെ കത്തിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നിറച്ചും കറിവേപ്പില, മല്ലിയിലയും ഒരു 3-4 തണ്ട് മല്ലിയിലയും കൂടെ കിടക്കട്ടെ. എല്ലാം കൂടെ വിട്ട് ഒന്ന് തിളച്ചാൽ മതി. നമുക്ക് ഓഫായി കൊടുക്കാം. ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ചിക്കൻ കറി, ഈസി ചിക്കൻ കറി. വേണമെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിക്കാം കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് മതി. നമുക്ക് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കൂട്ടി കഴിക്കാം. ഇതിപ്പം തണുത്ത് കഴിയുമ്പോൾ അതൊക്കെ ഉണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത്. എണ്ണ നമ്മൾ ഒഴിച്ചിട്ടില്ലെങ്കിലും ഇതിപ്പോൾ ചിക്കനിലുള്ള ആ ഒരു ഫാറ്റാണ് കേട്ടോ. വേറെ എണ്ണയൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ വിചാരിക്കും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഒന്ന് ചൂടാക്കാതെ ഇട്ട് കഴിഞ്ഞാൽ അതിന് പച്ചച്ചവ ഉണ്ടാവില്ല. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഒരു പ്രശ്നവുമില്ല. പെട്ടെന്ന് തന്നെ കഴിയും. നല്ല അത്യാവശ്യം നല്ല ഒരു കിടുക്കാച്ചി ചിക്കൻ കറിയാണ്. വെറുതെ അങ്ങ് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടേ. അപ്പോൾ ഇതാ ചിക്കൻ കറി പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാച്ചിലേഴ്സ് സ്പെഷ്യൽ ഈസി ചിക്കൻ കറി. നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറി കേട്ടോ. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. പിന്നെ ഇത് നമ്മുടെ സൈത്താട്ടൻ്റെ ബാച്ചിലർ ലൈഫിലുള്ള ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷം ഉണ്ടാക്കി. അപ്പോൾ ഉണ്ടാക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് മടിയൊക്കെ പിടിച്ചിരിക്കുന്ന ദിവസം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ കറി. അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ചോറിനും കൂട്ടി കഴിക്കാം, ചപ്പാത്തിക്കും എല്ലാത്തിനും ഒന്നും കൂട്ടി കഴിക്കാം. അങ്ങനെ ഭയങ്കരമായ ടേസ്റ്റ് പ്രതീക്ഷിക്കരുത് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. എന്നാലും അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറി. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.